മീഡിയ കാണാറുണ്ട്. രാജൻ്റെ വീഡിയോ എല്ലാം കാണാറുണ്ട്. VMP മീഡിയ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം? എങ്ങനെയാ തമിഴിലുള്ള ഒരാളെങ്കിലും മലയാളത്തിലുള്ള ചാനൽ കാണുന്നത്? സൂപ്പറാണ്. നമസ്കാരം. VM മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജമാണിക്യം പാമ്പാടി രാജൻ നീരിൽ നിന്നിറങ്ങിയപ്പോൾ ക്ഷീണിച്ചു, പഴയതുപോലെ ആയിട്ടില്ല, കുറച്ചുകൂടി നന്നാവാനുണ്ട് തുടങ്ങിയ കമൻറ്റുകൾ വീഡിയോയിൽ പലരും രേഖപ്പെടുത്താറുണ്ട്. ഗജരാജാവിന് മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്നതിലും മെച്ചപ്പെട്ട പരിചരണം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രാജന് 50 വയസ്സ് കഴിഞ്ഞു. പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് സംരക്ഷണത്തിൻ്റെ മികവും ഉടമസ്ഥർ ഉറപ്പുവരുത്തുന്നുണ്ട്. 3 മാസം മദപ്പാടിൽ കഴിഞ്ഞ കൊമ്പൻ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും അതിൻ്റെ ക്ഷീണമുണ്ടാവും. എന്നാൽ ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ക്ഷീണം കുറവായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് പാപ്പന്മാരായ സതീശിനും മനോജിനും രതീഷിനും അവകാശപ്പെട്ടതാണ്. വീട്ടുകാരുടെ മേൽനോട്ടവും ഗുണം ചെയ്തിട്ടുണ്ട്. കെട്ടിയഴിച്ചപ്പോൾ കാലിൽ ഒരു വ്രണവും ഇത്തവണ ഉണ്ടായിരുന്നില്ല. 1 മാസത്തോളം രാജന് ദേഹരക്ഷ ആയുർവേദ വിധി പ്രകാരം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യാനാണ് ഉടമസ്ഥർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. രാജൻ ക്ഷീണിച്ചുവെന്ന് ആവലാതിപ്പെടുന്നവരോട് രാജൻ ക്ഷീണിച്ചിട്ടില്ല, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നന്നായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. വത്തിക്കാൻ തോട്ടിൽ കുളി കഴിഞ്ഞ രാജനെ കാണാൻ തമിഴ്നാട് സ്വദേശികളായ 2 യുവാക്കൾ വന്നു. തെങ്കാശി താമസിക്കുന്ന ഇവർ പാമ്പാടി രാജനെ കാണുന്നതിന് വേണ്ടി മാത്രമാണത്രേ കുറ്റിക്കൽ എത്തിച്ചേർന്നത്. പാമ്പാടി രാജൻ്റെ വീഡിയോകൾ നൽകുന്ന VM മീഡിയയുടെയും ആരാധകരാണ് ഇവർ. നിങ്ങളെ പാമ്പാടി രാജൻ്റെ ആരാധകരാ? പേരെന്നാ? നബിൽ. അറിയോ അല്ലേ? രാജൻ്റെ ആരാധകരാ? തമിഴ്നാട്ടിലെ ആരാധകരാ? തമിഴ്നാട്ടിൽ എവിടാ ഊര്? തെങ്കാശി അല്ലേ? ഓ ശരി. രാജനെ ഇടയ്ക്ക് കാണാൻ വരുമോ അല്ലേ? മീഡിയ കാണാറുണ്ട്. രാജൻ്റെ വീഡിയോ എല്ലാം കാണാറുണ്ട്. VMP മീഡിയ എങ്ങനെയാ നിങ്ങൾക്ക് പരിചയം? എങ്ങനെയാ തമിഴിലുള്ള ഒരാളെങ്കിലും മലയാളത്തിലുള്ള ചാനൽ കാണുന്നത്? സൂപ്പറാണ്. രാജനെ ഓർത്ത് കാണുന്നതാണോ? കേരളത്തിൽ എവിടെ ജോലി ചെയ്യുന്നേ? സുഖ ചികിത്സയിൽ കഴിയുന്ന രാജൻ മിക്ക ദിവസങ്ങളിലും വത്തിക്കാൻ തോട്ടിൽ തേച്ചുരച്ചുള്ള കുളിക്കായി എത്തിച്ചേരാറുണ്ട്. കുളി കഴിഞ്ഞുള്ള വഴിയടി, ആ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ പൂർണ്ണമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
രാജൻ കുളി കഴിഞ്ഞു വരുന്ന വത്തിക്കാൻ തോട്ടിൽ നിന്നും മൂടങ്കല്ലിങ്കൽ വീട്ടിലേക്കുള്ള വഴിയിൽ ഇലക്കൊടിഞ്ഞ് കവലയിൽ മോൾ ഡോക്ടർ ഗൗരി നന്ദന പുതിയതായിട്ട് ആരംഭിച്ച ആയുർവേദ ഡിസ്പെൻസറിയാണ് മാധവം. ഔഷധി മരുന്നുകളുടെ ഏജൻസിയാണുള്ളത്. ചർമ്മരോഗങ്ങളെയും തലയിലെ താരനെയും പ്രതിരോധിക്കുന്ന ദന്തപാല കേരം ഇവിടുത്തെ പ്രത്യേക എണ്ണക്കൂട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.